നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 304-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നടനും ചലച്ചിത്ര നിർമ്മാതാവും ഒക്കെയായ അന്തരിച്ച ശ്രീ DP നായരെ കുറിച്ചിട്ടാണ്. ഒരു നിർമ്മാതാവ് എങ്ങനെയാവണം എന്ന് എടുത്തു പറയുന്ന ഒരു വസ്തുതയാണ്. അദ്ദേഹത്തെ ഒരിക്കൽ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രയത്നമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയോ അദ്ദേഹത്തിൻ്റെ സംസാരമോ അദ്ദേഹം പറഞ്ഞാണ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ശ്രീ JC-യെയും പ്രശസ്ത ചലച്ചിത്ര താരം ജയപാലിയെയും KPS ലളിതയെയും ലളിത ചേച്ചിയെയും അങ്ങനെ നിരവധി പേരെ കാണാനും സംസാരിക്കാനും ഒക്കെ സാഹചര്യം ഒരുങ്ങി വന്നത്. ആ വലിയ മനുഷ്യൻ്റെ സ്നേഹമസൃണമായ പെരുമാറ്റ ശൈലി ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടേയില്ല. അത്രമാത്രം സ്നേഹം ഉള്ള ഒരു വലിയ വ്യക്തിത്വം. അദ്ദേഹത്തെ ഞാൻ കാണുന്നത് പഴയ അവിട്ടം തിരുനാൾ പാലസിൽ വെച്ച് മുണ്ടൊക്കെ എടുത്ത് ദേഹം മുഴുവൻ കുഴമ്പ് തേച്ച് കുളിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ആദ്യമായി കാണുന്നത്. ചിത്രീകരണവും പ്രൊഡക്ഷൻ മാനേജരും ഒരു ബഹളത്തിനിടയിൽ നിന്ന് മാറി യാതൊരു കൂസലുമില്ലാതെ അവിടെ അദ്ദേഹത്തെ ചെന്ന് കാണുമ്പോൾ എത്ര സ്നേഹത്തോടെയാണ് അദ്ദേഹം പെരുമാറിയത് എന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. മുൻകാല പരിചയമോ ഒന്നുമില്ലെങ്കിലും ഓരോരുത്തരോട് പറയുമ്പോഴും അദ്ദേഹം പറയും, വലിയ എഴുത്തുകാരനാണ്, ഭാവിയിൽ വല്ല സിനിമയൊക്കെ സംവിധാനം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ടൊന്ന് സംസാരിക്കൂ, അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിക്കൂ എന്ന് ഞാൻ പറയാതെ പറഞ്ഞ ഒരു വലിയ വ്യക്തിത്വം. അന്നത്തെ അദ്ദേഹം നിർമ്മിച്ച അഗ്നിപുഷ്പം എന്ന ചിത്രത്തിലെ നായകൻ ലോകപ്രശസ്ത നടൻ കമലഹാസനായിരുന്നു. കമലഹാസനും ജയപാലിയും നിരവധി പേർ അഭിനയിച്ച ആ ചിത്രത്തിൻ്റെ ചിത്രീകരണ വേളയിൽ ആരെ കാണാനും അനുമതിയും സ്നേഹവും നൽകിയ ഒരു വലിയ പ്രൊഡ്യൂസർ. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയുന്നത്. കാണുമല്ലോ, കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ നല്ലതും ചീത്തതുമായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക. എങ്കിലും